നോട്ടം ഉണ്ടല്ലോ, അതെന്റെ ഹൃദയം കവർന്നിരിക്ക. രാത്രിയുടെ നിഴലുകളിൽ എനിക്ക് നിന്റെ ഹൃദയമിടിപ്പ് കേൾക്കാം. അതിന് നേരെ എപ്പോഴും ഇരുട്ടിയിട്ടില്ലല്ലോ മുത്തേ. ഈ രാത്രിയുടെ നിഴലുകളിൽ എല്ലാത്തരം ശബ്ദങ്ങളും ഞാൻ തന്നെ കേൾപ്പിക്കാം എൻ്റെ ചാരു. എന്നാ വാ, നിന്റെ ദാഹം തീർത്തോ? ഇത്രയ്ക്ക് ആവേശം വേണ്ട മോനെ, കുറച്ച് കൺട്രോൾ ചെയ്യ്. പോലെ സമയുടെ കൊടുങ്കാറ്റ് വരാൻ പോവാ. നീ തയ്യാറല്ലേ? ഞാൻ അതിനെപ്പോഴേ തയ്യാറായി കഴിഞ്ഞു. അത് മാത്രം മതി. പോലീസ്, മാറി നിൽക്കണേ. എന്താ ചെയ്യുന്നേ? പോലീസ് വന്നു. രക്ഷപ്പെടാൻ നോക്ക്. ഹലോ, ശരി, ഞാനിപ്പോ വരാം. കസ്റ്റമർ ആണോ പോലീസാണോ? CID. ഞാൻ നിങ്ങൾക്ക് 50% ഡിസ്കൗണ്ട് തരാം. വാ. കോർട്ടിൽ പോയിട്ട് ജഡ്ജിന് ഡിസ്കൗണ്ട് കൊടുത്തോ? ഇപ്പോ യു ആർ അണ്ടർ അറസ്റ്റ്. നിങ്ങൾ മൂഡിലല്ലെന്ന് എനിക്ക് തോന്നുന്നു. നോക്ക്, ഒന്നോടൊന്ന് എന്റെ അടുത്തേക്ക് വാ, ഞാൻ ഡിസ്കൗണ്ട് തരാം. ഇപ്പൊ തൽക്കാലം ഞാൻ നിന്നെ അറസ്റ്റ് ചെയ്യണം. ഇതെന്താണ് സാറേ? നിയമങ്ങളെ കുറിച്ചൊക്കെ എനിക്കും കുറച്ചൊക്കെ അറിയാം. എന്നെ ഇവിടുന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ ലേഡി കോൺസ്റ്റബിൾ വേണ്ടേ? ഞങ്ങളും നിയമത്തിന്റെ കാവൽക്കാരാ. ഇതൊന്നും അറിയില്ലെന്ന് വിചാരിച്ചോ സ്നേഹ? ഇതെന്തായി കാണിക്കുന്നേ? എന്നെ വിട് സാറേ. അതെന്തിനാ? നിന്റെ കയ്യിൽ എന്താ ഡയമണ്ട് വല്ലതുണ്ടോ? അതൊന്നും എന്റെ കയ്യിലില്ല സാറേ. പക്ഷെ ഞാൻ തനി തങ്കോ, എന്നെ കൊണ്ട് ഉപകാരം ഉണ്ടാവും. അത് ശരി. എങ്ങനെ? എന്റെ കൂടെ ഇവിടെ ആരാ ഉണ്ടായിരുന്നെന്നറിയോ? സമയ മിശ്ര. സമയ മിശ്രയോ? കള്ളപ്പണക്കാരനോ? അയാൾക്ക് ഞാനെന്ന് വെച്ചാ ഭ്രാന്ത. അയാളെ പോലെയുള്ള പ്രധാന ക്ലയന്റുകൾ ഇനി എന്റെ പക്കല് ധാരാളം ഉണ്ട്. അവരെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ വേണേ ഞാൻ തരാം. ആലോചിച്ചിട്ട് പറഞ്ഞാ മതി. എന്നെ ഇവിടുന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോണോ അതോ ഇൻഫർമേഷൻ വേണോന്ന്? നിങ്ങൾക്കത് ഉപകാരപ്പെടും. പറഞ്ഞോ, എന്ത് തീരുമാനിച്ചു? ഇതിലെല്ലാരെയും കുറിച്ചുള്ള രഹസ്യങ്ങളുണ്ട്. നോക്കിക്കോ. ഇത്രയും ഡീറ്റെയിൽസ് നിനക്കെങ്ങനെ കിട്ടിയത്? എന്റെ സാറേ, ഈ കാശുള്ളവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ട്. ആ ടെൻഷനൊക്കെ മാറ്റാൻ വേണ്ടി അവർ എന്റെ അടുത്തോട്ട് വരുന്നേ. സന്തോഷം കൊണ്ട് മതി മറന്നു പോകുമ്പോ അവരെല്ലാം എന്നോട് തുറന്നു പറയും. ഇതൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. മുന്നോട്ട് വായിച്ചു നോക്കപ്പോ എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. ദേ നോക്ക്, മെഹർഷിന്റെ റോഡ് കൺസ്ട്രക്ഷന്റെ പേരിൽ 4.5 കോടി രൂപ അയാൾ അടിച്ചു മാറ്റി. 2 ദിവസം മുമ്പ് ഒരു പെൺകുട്ടി റോഡിലെ കുഴിയിൽ വീണ് മരിച്ചില്ലേ? അപ്പൊ വന്നായിരുന്നു എന്നെ കാണാൻ. പൊട്ടി പൊട്ടി കരയായിരുന്നു എന്റെ മുമ്പില്. പിന്നെ മിസ്റ്റർ മെഹത്ത, സ്വന്തം ഭാര്യ തന്നെ അയാൾ കൊന്നു കളഞ്ഞു. എന്തിനാന്നറിയോ? അയാളുടെ ഭാര്യ അയാളെ ഡിവോഴ്സ് ചെയ്ത് പകുതി സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ ശ്രമിച്ചു. അത്രേ ഉള്ളൂ. അത് ശരി. അപ്പൊ ശരിക്കും അയാൾ ഇതൊക്കെ നിന്നോട് പറഞ്ഞാണോ? എന്റെ സൗന്ദര്യത്തിൽ മയങ്ങിയ ആൾക്കാരങ്ങനെ പലതും പറയും സാർ. ഞാൻ ഉദ്ദേശിച്ചത് ഒന്ന് ശ്രമിച്ചു നോക്ക്, നിരാശപ്പെടേണ്ടി വരില്ല. യാ, നിന്റെ ഓഫറൊക്കെ നല്ലതാ. പക്ഷേ എന്റെ സാറേ, പൈസയുടെ കാര്യമൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. സാറിന് ഡിസ്കൗണ്ട് തരാന്നേ, നല്ല ഡിസ്കൗണ്ട്. നിന്റെ സംസാരം
ഈ ഹാൻഡ് റൈറ്റിംഗ്, പിന്നെ ഈ ബുക്ക്, ഇതൊക്കെ കാണുമ്പോൾ നീ നല്ല കുടുംബത്തിൽ നിന്നാന്ന് തോന്നുന്നു. പിന്നെ എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടു? എന്താ സാറേ ബിസിനസിന്റെ കാര്യം സംസാരിക്കുമ്പോഴാണോ പേഴ്സണൽ കാര്യമൊക്കെ ചോദിക്കുന്നേ? ഡീൽ എന്തൊക്കെയായാലും നീ എല്ലാ സത്യവും തുറന്ന് പറഞ്ഞില്ലെങ്കിൽ നിനക്ക് ജയിലിലേക്ക് പോകേണ്ടി വരും. ആലോചിക്കേ. ഒരു കാലം ഉണ്ടായിരുന്നു സാറേ, അന്ന് കസ്റ്റമേഴ്സ് അല്ലായിരുന്നു പുസ്തകങ്ങളെ എന്നെ ഉറക്കാതിരുന്നത്. രാജ്യത്തിന് വേണ്ടി സേവനം അനുഷ്ഠിക്കാനായിരുന്നു എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഐ ആം IPS പവിത്ര. എന്റെ ഗണപതി ഭഗവാനെ, ഇന്നെന്റെ IPS എക്സാമാ. ഞാൻ എന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ പോവാ. പ്ലീസ് എന്റെ കൂടെ ഉണ്ടാവണേ. പവിത്രേ, നീ ഇതുവരെ എഴുന്നേറ്റില്ലേ? ആമേ, എണീറ്റ് റെഡിയായി. ഭഗവാനെ, അച്ഛനും അമ്മയും അറിയാതെയാ ഞാൻ ഇന്ന് എക്സാം എഴുതാൻ പോകുന്നത്. ഒരു കാരണവശാലും അവരൊന്നും അറിയാതെ നോക്കിക്കോണേ. പവിത്ര, പവിത്രേ, ആ, നീ അമ്മേ. ബാഗ് എടുത്തത് എവിടേക്കാ പോകുന്നേ? ആ, അമ്മേ, അത് ഞാൻ ഇന്ന് നീ എവിടെയും പോകുന്നില്ല. അവര് നിന്നെ പെണ്ണ് കാണാൻ വരുന്നുണ്ട്, മനസ്സിലായോ? അച്ഛാ, അവരോട് നാളെ ഒന്ന് വരാൻ പറയോ? എനിക്കിന്നൊരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു. കല്യാണത്തെക്കാളും പ്രധാനപ്പെട്ട എന്ത് കാര്യോ? സത്യം പറയേ, നീ IPS എക്സാം എഴുതാൻ പോവല്ലേ? അച്ഛാ, അച്ഛാ പ്ലീസ് എന്നെ എക്സാം എഴുതാൻ സമ്മതിക്കണം. കല്യാണമൊക്കെ പിന്നെയായാലും നടക്കുമല്ലോ, ഒന്ന് സമ്മതിക്കും. ഇവളെ ഇങ്ങനെ വിട്ടാ പറ്റില്ല. വാ, അകത്തേക്ക് വാ. അച്ഛാ, എന്റെ ഫ്യൂച്ചർ അതെ, മുഴുവൻ ഞാൻ നശിച്ചു പറയുന്നത് ഒന്ന് കേക്ക്. പ്ലീസ് നിന്റെ ഫ്യൂച്ചർ നിന്റെ ഭർത്താവ് തീരുമാനിച്ചോളും. നടക്ക്, നടക്ക്. അതെ, ഒന്ന് നിക്ക്. നടക്ക്. പ്ലീസ് അച്ഛാ. ഇവളെ ഞങ്ങള് വീട്ടുകാര്യങ്ങളെല്ലാം തന്നെ നോക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അടുക്കള ഭരണവും വീട്ടുകാര്യങ്ങളും എല്ലാം. ഞങ്ങളുടെ പവിത്ര നല്ല സംസ്കാരമുള്ള കുട്ടിയാ. മോളെ, എന്തൊക്കെയാ നിന്റെ ഹോബീസ്? അതെനിക്ക് വായിക്കാൻ ഒരുപാട് ഇഷ്ടമാ. അത് കൊള്ളാലോ. മോളുടെ ഏറ്റവും ഫേവറേറ്റ് ബുക്ക് ഏതാ? അത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. നിനക്ക് വീട്ടുജോലിയൊക്കെ അറിയാലോ അല്ലേ? അതൊക്കെ അറിയാം, പക്ഷെ എനിക്ക് വീട്ടുജോലി ചെയ്യുന്നതിലും ഇഷ്ടം പുറത്തുപോയി ജോലി ചെയ്യുന്നതാ. അതെ ചേച്ചി, ഇതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാലോ. ആദ്യം പ്രസാദും പവിത്രയും പരസ്പരം മനസ്സിലാക്കട്ടെ, എന്നിട്ട് അവരുടെ ജീവിതം അവര് തന്നെ തീരുമാനിക്കട്ടെ. അതെ അമ്മ, ഞാൻ ഉദ്ദേശിച്ചത് തന്നെയാ അമ്മ ഇപ്പൊ പറഞ്ഞത്. പവിത്രേ, ചെല്ലു. അമ്മേ, നിങ്ങളുടെ മുറി കാണാൻ വളരെ മോശമാ അല്ലേ? ആ, ഞാൻ ഇങ്ങനൊക്കെ തന്നെയാ. അതൊന്നും സാരമില്ല, പതുക്കെ എല്ലാം പഠിച്ചോളൂ. എനിക്കിതൊന്നും പഠിക്കണ്ട. എനിക്ക് നിങ്ങളെ കല്യാണം കഴിക്കാനും താല്പര്യമില്ല. ഞാനത് അത്രയ്ക്ക് മോശമാണ് കാണാൻ. അയ്യോ, അതുകൊണ്ടൊന്നും അല്ല. പിന്നെ അത് എനിക്ക് IPS ആവാൻ ആഗ്രഹം. അതിന്റെ എക്സാമിന് വേണ്ടി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ എന്റെ അച്ഛനും അമ്മയും വിചാരിക്കുന്ന ആണുങ്ങൾക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ള ഭാര്യമാരെ ഇഷ്ടമല്ലെന്നാ. അവര് പറഞ്ഞ കാര്യം ശരിയല്ല. അല്ല, ആ പറഞ്ഞത് ശരിയല്ല. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളെ റിജക്ട് ചെയ്യും. അങ്ങനെയാവും നിങ്ങളോടൊക്കെ ഞാൻ പ്രതികരിക്കുക. നീ ഇപ്പൊ പ്രതികാരം ചെയ്യാൻ പോകണോ? തീർച്ചയായും. അങ്ങനെയാണെങ്കിൽ ശരി, നീ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ നിന്റെ അച്ഛനും അമ്മയോടും പോയിട്ട് പറയാം. അപ്പൊ നിനക്ക് കുറച്ചുകൂടെ നന്നായിട്ട് പ്രതികാരം ചെയ്യാൻ പറ്റും. പെർഫെക്റ്റ് അല്ലേ? അങ്കിളല്ലേ നേരത്തെ പറഞ്ഞത് അങ്ങളുടെ മോള് കുടുംബത്തെ ചേർത്ത് നിർത്തുന്ന ആളാണെന്ന്, വീട്ടിലിരിക്കുന്ന ആളാണെന്ന്. പക്ഷെ ഇവള് അങ്ങനെയൊന്നുമല്ല. ഇവള് വളരെ അംബീഷ്യസാ. അത് മാത്രമല്ല കരിയർ ഓറിയന്റഡ് കൂടിയാ. മോനെ ഇവിടെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഇല്ലില്ല, ഞാൻ തെറ്റിദ്ധരിച്ചിട്ടൊന്നുമില്ല. എനിക്ക് ഇവളെ കുറിച്ച് എല്ലാ കാര്യങ്ങളും മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് എല്ലാവരോടും കൂടി പറയാണ്, എനിക്ക് ഇവളുമായിട്ടുള്ള ബന്ധത്തിന് പൂർണ്ണ സമ്മതമാണ്. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടും ആശീർവാദത്തോടും കൂടി ഞാൻ പവിത്രയെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, ഇവളുടെ സ്വപ്നം എന്ത് തന്നെ ആയാലും ഞാനത് നിറവേറ്റി കൊടുക്കും. ഓ മൈ ഗോഡ്, ഇതെന്താ ഞാൻ ഈ കാണുന്നത്? നിന്നെ കാണാൻ എന്ത് ഭംഗിയാന്നറിയോ? ഇപ്പോ ഇവിടെ ഇങ്ങനെ നിർത്തി കോംപ്ലിമെന്റ് തന്നോണ്ടിരിക്കുവോ അതോ അകത്തേക്കൊന്ന് വിളിച്ചിരുത്തുവോ? Oh shit. I'm so sorry. Please come. ആക്ച്വലി മമ്മി ഷോപ്പിങ്ങിന് വേണ്ടി പുറത്തോട്ട് പോയിരിക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കൊന്ന് മീറ്റ് ചെയ്ത് സംസാരിച്ചാലോ എന്ന്. അത് നല്ല കാര്യമല്ലേ? കല്യാണത്തിന് മുമ്പ് നമുക്ക് ഒരുമിച്ച് കുറച്ച് സമയം കിട്ടുന്നത് നന്നായിരിക്കില്ലേ, നമുക്ക് മാത്രമായിട്ട്? ആ, പക്ഷേ അത് പിന്നെ ഇങ്ങനെയൊക്കെ കല്യാണത്തിന് മുമ്പ് ചെയ്യുന്നത് അത്ര ശരിയായിട്ട് തോന്നില്ല. അതുകൊണ്ടാ. അതെന്താ?
ഞാൻ ജസ്റ്റ് സംസാരിക്കാൻ വേണ്ടി ഇങ്ങനെ. അയ്യോ, നമ്മളൊക്കെ അഡൽസ് അല്ലേ, പിന്നെ ഇതൊക്കെ വളരെ നോർമലായിട്ട് ഇപ്പൊ സംഭവിക്കുന്നതല്ലേ. ഇതെന്താ? ഐ ആം റിയലി സോറി പ്രസാദ്. ഞാൻ വെറുതെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയതാ, നിങ്ങൾ ഈ പറയുന്നതൊക്കെ ശരിയാണോ അതോ. മനസ്സിലായില്ല. പ്രസാദ്, എന്താന്ന് വെച്ചാ ഇപ്പോ സോഷ്യൽ മീഡിയയുടെ കാലമല്ലേ, ആൾക്കാർ അവരെ കുറിച്ച് പറയുന്നതായിരിക്കില്ല റിയാലിറ്റി. എനിക്കൊന്ന് മനസ്സിലാക്കണമായിരുന്നു നിങ്ങൾ പറഞ്ഞതിലൊക്കെ എത്രമാത്രം സത്യമുണ്ടെന്ന്. നോക്ക്, നിങ്ങൾ എന്നോട് പറഞ്ഞിരുന്നു കല്യാണം കഴിഞ്ഞ് എന്നെ സപ്പോർട്ട് ചെയ്യാമെന്ന്. അപ്പോ എനിക്ക് എന്തായാലും അറിയാൻ തോന്നുമല്ലോ. എന്റെ പേടി കാരണം. എനിക്ക് മനസ്സിലായി, ഡോണ്ട് വറി. അതുകൊണ്ട് സോ അപ്പൊ എന്നെ ഒന്ന് ഇവിടെ വെച്ച് ടെസ്റ്റ് ചെയ്താണല്ലേ? ആ പിന്നെ വേറെ ടെസ്റ്റ് ബാക്കിയുണ്ട്. ഇത് അവസാനത്തെ ടെസ്റ്റാന്ന് നിങ്ങൾ അങ്ങനെ വിചാരിക്കൊന്നും വേണ്ട. ഓ, അത് ശരി. അപ്പൊ കല്യാണത്തിന് മുന്നേ തനിക്ക് എന്നെ കൂടുതലായിട്ട് മനസ്സിലാക്കണം എന്നാണല്ലേ താൻ ആഗ്രഹിക്കുന്നത്? ആ, അങ്ങനെ ചെയ്യേണ്ട അത്യാവശ്യമുള്ള കാര്യമല്ലേ? അത് ശരിയാ. എന്നാ പിന്നെ അടുത്ത ടെസ്റ്റ് എന്താണെന്ന് പറ. ഞാൻ എന്ത് ടെസ്റ്റും റെഡിയാ. അടുത്ത ടെസ്റ്റ് ടഫാ, വളരെ ടഫാ. നന്നായിട്ട് ആലോചിക്കാം. ഞാൻ ആലോചിച്ചു, വളരെ നന്നായിട്ട് തന്നെ ആലോചിച്ചു. ഞാൻ നിനക്ക് വാക്ക് തന്ന പോലെ നിന്റെ എല്ലാ സ്വപ്നങ്ങളും ഞാൻ കൂടെ നിന്ന് സഫലമാക്കും. അതുകൊണ്ട് ഏത് തരത്തിലുള്ള പരീക്ഷണങ്ങളും നേരിടാൻ ഞാൻ പൂർണ്ണമായിട്ട് തയ്യാറാണ്. എന്ത് വേണമെങ്കിലും താൻ ചെയ്തോ. റെഡി? നോക്ക്, പ്രാക്ടിക്കലായിട്ടുള്ള കാര്യം എന്താന്ന് വെച്ചാ, ഞാൻ IPS ഓഫീസർ ആവുകയാണെങ്കിൽ ഈ സമൂഹത്തിൽ എന്റെ പദവി വളരെ വ്യത്യസ്തമായിരിക്കും. എല്ലാവരും നിങ്ങളെക്കാൾ കൂടുതൽ എന്നെ റെസ്പെക്ട് ചെയ്യും. ഞാൻ ചിലപ്പോൾ നിങ്ങളെക്കാൾ കൂടുതൽ സമ്പാദിച്ചെന്നും വരും. അപ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ ഈഗോയെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ? അപ്പോഴും ഇതേ റെസ്പെക്ട് എന്നോടുണ്ടാവോ? ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞല്ലേ, ഞാൻ നിന്റെ എല്ലാ സ്വപ്നങ്ങളെയും സപ്പോർട്ട് ചെയ്യും, നിന്നെയും സപ്പോർട്ട് ചെയ്യും. മാത്രമല്ല നിന്റെ എല്ലാ സ്വപ്നങ്ങളും പൂർത്തീകരിക്കും. നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാ, പക്ഷെ അങ്ങനെയും ചില ആൾക്കാരുണ്ടല്ലോ, കല്യാണത്തിന് മുമ്പൊന്ന് പറയും, കല്യാണം കഴിഞ്ഞാൽ വേറൊന്ന് പറയും. പവിത്ര, ഞാനിപ്പം നിന്റെ കൂടെയാണ് ഉള്ളത്. നീ നിന്റെ ജീവിതത്തിൽ എനിക്കൊരു സ്ഥാനം തന്നിട്ടില്ലേ? അതുകൊണ്ട് പരസ്പരം ഒന്ന് വിശ്വസിക്കേ. കൂടുതലൊന്നും ആലോചിക്കണ്ട. ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് പവിത്ര. നിന്റെ എല്ലാ സ്വപ്നങ്ങൾക്കും ഞാൻ കൂടെ ഉണ്ടാവും. എല്ലാ സമയത്തും ഞാൻ നിന്നെ സപ്പോർട്ടും ചെയ്യും. ഡോണ്ട് വറി. താങ്ക് യു പ്രസാദ്. നോക്കൂ, ഇന്നത്തെ ഈ ലോകത്ത് നിങ്ങളെപ്പോലുള്ള ആൾക്കാരെ കണ്ടുകിട്ടാൻ തന്നെ വളരെ പ്രയാസമാണ്. അവനവന്റെ ഈഗോയെ മാറ്റിവെച്ചിട്ട് മറ്റുള്ളവരുടെ സ്വപ്നത്തിന് വേണ്ടി കൂടെ നിൽക്കുന്നവർ. പ്രസാദ്, നിങ്ങളില്ലായിരുന്നെങ്കിൽ ഞാൻ കല്യാണത്തെക്കുറിച്ച് ഒരിക്കലും ആലോചിക്കില്ലായിരുന്നു. അതുപോലെ തന്നെ പോലുള്ള ആൾക്കാരും വളരെ കുറവാണ്, സ്വന്തം സ്വപ്നങ്ങളെ പൂർത്തീകരിക്കാൻ ആഗ്രഹിക്കുന്നവര്. റെസ്പെക്ട് ഉണ്ട് മാഡം. പ്രസാദ്, എന്താ ചെയ്യുന്നത്? ഇതെന്താ ചോര? എന്താ പറ്റിയേ? നീ ഇപ്പൊ പുറത്തേക്ക് പോണ്ട. ഞാനൊന്ന് നോക്കട്ടെ എന്താ പുറത്തുനിന്ന്. ഇതൊക്കെ എന്താ ഇങ്ങനെ? പുറത്തേക്ക് പോകുന്നത് ഡേഞ്ചറാണ്. എന്താ അപകടമാണെന്ന് പറയുന്നേ? പുറത്ത് എന്താ ഉള്ളേ? അത് ഞാനൊന്ന് പോയി നോക്കിട്ട് വരട്ടെ. ഞാനില്ല, അത് വിട്ടേക്ക് പവിത്ര, പ്ലീസ്. എന്തിനാ പേടിക്കുന്നേ? ഞാനൊന്ന് പോയി നോക്കിട്ട് വരട്ടെ. നിക്ക്, ഞാനിപ്പോ വേണ്ട പവിത്ര, പവിത്ര, പവിത്ര നിക്ക്. പവിത്ര, നോക്കട്ടെ. പവിത്ര, അങ്ങോട്ട് പോകുന്നത് ഡേഞ്ചറാ. എന്താ ചെയ്യുന്നേ? പവിത്ര, പവിത്ര, സൂക്ഷിച്ച് വീഴല്ലേ. ഏയ്, നീ എന്തൊക്കെയാടി ചെയ്യുന്നേ? മിണ്ടരുത്. ഇവിടെ വന്ന് മോഷ്ടിച്ചിട്ട് എന്നോട് തട്ടിക്കയറുന്നോ? അതെ, ഇത് എന്റെയും കൂടിയാ. വേണേ നിന്റെ ഭർത്താവിനോട് ചോദിച്ചു നോക്ക്. എന്നുവെച്ചാ പവിത്ര, ഇതൊക്കെ അവനും കൂടി അവകാശപ്പെട്ടതാ. എന്റെ സ്വർണ്ണം ഇയാളുടെ എങ്ങനെ ആവുന്നേ? പവിത്ര, കാരണം നിന്റെ ഭർത്താവ് ഒരു ഓട്ടക്കാരനെയാ. ഞാൻ കൊടുത്ത കാശ് വേണ്ട ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പിന്നെ ഈ ആഭരണങ്ങൾ ഷടാ, അതിന്ന് വിട്. ഈ സ്വർണം ഉപയോഗിച്ച് കടത്തിന്റെ പകുതിയെങ്കിലും വീട്ടാലോ. ഇനിയും പകുതിയുണ്ട്. അതല്ലെങ്കിൽ പിന്നെ നീ ഇവിടെ ഉണ്ടല്ലോ,
നല്ല രസമായിരിക്കുന്നേ. ഒരു രാത്രി എന്റെ കൂടെ നിൽക്ക് പ്ലീസ്. ബാക്കിയുള്ള കടങ്ങളൊക്കെ ഞാനങ്ങ് മറന്നോളാം. പവിത്ര, അവൻ എന്നെ ഇത്രയും വൃത്തികേട് പറഞ്ഞിട്ട് നീ ഒരു അക്ഷരം പറഞ്ഞില്ല. ഐ എം സോ സോറി പവിത്ര. ഞാൻ എന്ത് പറയാനാ? 25 ലക്ഷം രൂപയെ ഞാൻ അവൻ്റെ കടം മേടിച്ചിട്ടുള്ളത്. എന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും പവിത്ര. ഐ എം ഹെൽപ്ലെസ്. പവിത്ര, പവിത്ര. പിന്നെ നീ ഇവിടെ ഉണ്ടല്ലോ, നല്ല രസമായിരിക്കുന്നേ. ഒരു രാത്രി എന്റെ കൂടെ നിൽക്ക്. ഞാൻ എന്ത് പറയാനാ? 25 ലക്ഷം രൂപയെ ഞാൻ അവൻ്റെ കടം മേടിച്ചിട്ടുള്ളത്. നീ നീ എന്താ ചെയ്യുന്നത് പവിത്ര? കണക്ക് നോക്കുക. ആ റിതേഷിന്റെ കാശ് എത്രയും പെട്ടെന്ന് കൊടുത്തു തീർക്കണം. അതത്ര പാടൊന്നുമല്ല. ഇൻട്രസ്റ്റ് 22% എന്ന് പറയുന്നത് കൂടുതലാ, പക്ഷെ കൊടുക്കാൻ പറ്റും. ഞാനും കൂടെ ജോലിക്ക് പോയിട്ട് നമ്മുടെ ചെലവൊക്കെ ഒന്ന് കുറച്ചാ. എന്തു പറ്റി? ദാറ്റ്സ് സോ സ്വീറ്റ് ഓഫ് യു പവിത്ര. അതെന്താന്ന് വെച്ചാ, ഇന്നലെ രാത്രി ഇത്രയൊക്കെ ഉണ്ടായിട്ടും നീ എന്നെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നില്ലേ? പ്രസാദ്, ഇനി നിന്റെ പ്രോബ്ലം ഒക്കെ എന്റെയും കൂടെ പ്രോബ്ലോ? എന്റെ പക്കൽ ഒരു സൊല്യൂഷൻ ഉണ്ട്. എന്താ? നമുക്ക് നിന്റെ അച്ഛനോട് കുറച്ച് കാശ് ചോദിച്ചാലോ? അപ്പോൾ നമ്മുടെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീരില്ലേ? എന്തു പറയുന്നു? പ്രസാദ്, എന്റെ അച്ഛൻ്റെ കയ്യിൽ ഇനി പൈസയൊന്നുമില്ല. ഉണ്ടായിരുന്ന പൈസ എല്ലാം നമ്മുടെ കല്യാണ ചെലവിനും ആഭരണങ്ങൾ എടുക്കാനുമായിട്ട് ചെലവാക്കി. ഇനി അവർക്ക് ജീവിക്കാൻ അച്ഛന്റെ പെൻഷൻ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നിങ്ങളുടെ വീട് പണയം വെച്ചാലോ? ഒരു ആയുഷ്കാലത്തെ അവരുടെ സമ്പാദ്യം അത്. അതെനിക്ക് മനസ്സിലായി പവിത്ര. ഇതൊക്കെ പിന്നെ ആർക്ക് വേണ്ടിയാ ഉള്ളത്? സ്വന്തം മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയല്ലേ ഇതൊക്കെ? ആണോ? പിന്നെ അവരെവിടെ താമസിക്കും? അത് അത് അന്ന് അവർ പറഞ്ഞിരുന്നല്ലേ, നാട്ടില് ഒരു വീടുണ്ടെന്നുള്ള കാര്യം. അവർക്ക് അവിടെ പോയി താമസിച്ചൂടെ? നോക്ക്, അവരെ നമുക്ക് വേണ്ടി വഴിയാധാരം ആക്കില്ല. അത് നിനക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ താല്പര്യമില്ലായിരുന്നെങ്കിൽ പിന്നെ എന്തിനാ എന്റെ അടുത്ത് ഇത്ര നേരം ഡ്രാമ കളിച്ചോണ്ടിരുന്നത്? നോക്ക്, ഈ ലോണും ഈ കടകളും ഒക്കെ നീയായിട്ട് വരുത്തി വെച്ചതാ. അത് ശരിയാക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്വം. ഞാൻ എന്ത് തെറ്റ് ചെയ്യുന്ന? നീ എന്റെ ഭാര്യ. ഭാര്യമാര് അവരുടെ കടമ നിറവേറ്റിയാൽ മതി. അല്ലാതെ എന്റെ മുമ്പിൽ ഇങ്ങനെ ഒന്ന് വെറുതെ നാടകം കളിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ജോലിക്ക് പോകും, ഞാൻ അതീത് കടം വിട്ടും ഇത് ചെയ്ത് രക്ഷിക്കും. ഒരു ഉപയോഗമില്ലാത്തവൾ. കഥയിൽ അടുത്തതായി എന്ത് സംഭവിക്കുമെന്നറിയാൻ ഡാഷ് റീൽസ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.